അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരുത്തനെ എന്റെ ഒരു സ്ഥാപനത്തിലും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സ്ഥാപനം? കണ്ണേട്ടം കാണിച്ച ഒരു മണ്ടൻ തീരുമാനം നിന്റെ ഈ അധികാരം എന്നുവെച്ച് എല്ലാം മൊത്തത്തിലങ്ങ് വിഴുകാന്ന് കരുതണ്ട. കമ്പനിക്ക് ദോഷമായി നിൽക്കുന്നവരാരെയും കമ്പനിയിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കുറച്ച് അധികാരം നിനക്ക് തന്നു, പക്ഷേ ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ കണ്ണേട്ടന്റെ ക്യാബിൽ ഇനി ഞാനും ഉണ്ടാവും. ഞാൻ പെണ്ണാണെങ്കിൽ അത് നടക്കില്ല. നീ പെണ്ണല്ലല്ലോ. പെണ്ണിന്റെ ഒരു ക്വാളിറ്റിയും നിനക്കില്ലല്ലോ. പിന്നെ ആർക്കാടാ അതുള്ളത്? പണവും അത്യാഗ്രഹവും തലയ്ക്ക് പിടിച്ച് നടക്കുന്ന നിന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ? ഞാൻ പെണ്ണല്ലാന്ന് പറയുമ്പോ നീ ആണാണോന്ന് ആദ്യം ആലോചിക്കണം. ആണത്തുള്ള പയ്യന്മാര് ചെയ്യുന്ന പ്രവൃത്തിയാണോടാ നീ ചെയ്യുന്നത്? പിന്നെ നിന്റെ പ്രവൃത്തിയൊക്കെ പുണ്യപ്രവൃത്തികളാണല്ലോ. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവളല്ലേ നീ? എന്റെ ഭാഗം എന്താണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ലടാ. എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഭാഗത്ത് എന്ത് ശരിയാവുള്ളത്? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ എന്റെ മനസ്സ് ശരീരം എല്ലാം ശുദ്ധമാണ്. അങ്ങനെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ആരോടും വിളിച്ചു പറയാൻ സാധിക്കും. ഇവിടെ നിന്റെ ക്യാരക്ടറിനെ കുറ്റപ്പെടുത്തുമ്പോ പോലും നിനക്കൊരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. മിണ്ടേണ്ട സമയത്ത് ഞാൻ മിണ്ടിക്കോളാം. അപ്പൊ നിനക്കൊക്കെ മനസ്സിലാവും നീയൊക്കെ അറിഞ്ഞതല്ല സത്യങ്ങളെന്ന്. എന്തായാലും എന്റെ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമില്ല. എല്ലാ ദിവസവും രാവിലെ കണ്ണേട്ടൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഞാനും കൂടെ കാണും. കണ്ണേട്ടന്റെ അടുത്ത് ഒരു കസേരയില് ഞാനും ഉണ്ടാവും. ഇനി ഫിനാൻസിയസിന്റെ നിയന്ത്രണം എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. നാളെ മുതൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവൻ ഭീഷണി മുഴക്കിയിട്ടാ പോയത്. ഞാനും വിട്ടുകൊടുത്തില്ല. താൻ അങ്ങനെ കട്ടയ്ക്ക് തന്നെ നിന്നാ മതി. അവൻ ഒരു കാരണവശാൽ ഇവിടേക്ക് വരാൻ പാടില്ല. ഇനി എനിക്കൊപ്പം അവൻ ഈ കമ്പനിയിൽ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരുമാതിരി തളയ്ക്കപ്പെട്ട പോലെയാവും. പിന്നെ മഹി എനിക്കൊന്ന് കാണാനോ വിളിക്കാനോ പോലും പറ്റില്ല. ഇനിയിപ്പോ എന്താ കണ്ണേട്ടാ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ആനന്ദുവിനെ കൊണ്ടത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യിച്ചോളാം. അവനെന്തേലും സംശയമുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ക്യാമ്പിനിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയതുകൊണ്ട് അവനതേപ്പറ്റി ചിന്തിക്കുമെന്നറിയില്ല. അവന്റെ സംസാരം കേൾക്കുമ്പോ സത്യങ്ങൾ വിളിച്ചു പറയാനാ എനിക്ക് തോന്നുന്നത്. അതുപോലെയാ അവൻ എന്നെ ഒരു വൃത്തികെട്ട പെണ്ണായി ചിത്രീകരിക്കുന്നത്. ആ, അതൊന്നും കേട്ടിട്ട് നമ്മുടെ മനസ്സിലുള്ളതൊന്നും വിളിച്ചു പറയരുത്. ഇപ്പോഴെന്തായാലും അവനെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന തോന്നുന്നത്. അവന്റെ സംസാരം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാ തന്നോട് ഞാൻ പറഞ്ഞത് അവനെ ജോലിക്ക് വെക്കേണ്ടെന്ന്. പക്ഷേ അതിനുശേഷം അവൻ ഇവിടേക്ക് കയറിയവരെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അവനെ അങ്ങനെയാണെങ്കിൽ ജ്വല്ലറിയിലോട്ട് പറഞ്ഞു വിട്ടൂടെ കണ്ണേട്ടാ? ആ, അവൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലുള്ള തീരുമാനങ്ങൾ എടുത്താൽ അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. മേഘൻ നമ്മുടെ മാനേജറായിട്ട് ഇരുന്നപ്പോൾ തന്നെ അവൻ ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ അവിടേക്ക് കൊണ്ടുപോയി നിർത്തിയാ അവൻ കാരണം നമുക്ക് ജ്വല്ലറി പൂട്ടേണ്ടി വരും. മുമ്പൊക്കെ അവർക്കൂടി അവകാശപ്പെട്ട സ്വത്താണെന്ന് കരുതിയിട്ട് അവരൊക്കെ കുറച്ചൊക്കെ ആത്മാർത്ഥത കാണിക്കുമായിരുന്നു. ബിസിനസ്സിൽ വലിയ വെള്ളം ചേർക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പം അതല്ല സ്ഥിതി. ഇനി മാക്സിമം അവരൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കൂ. ഇവിടെ നിയമപരമായിട്ട് താൻ ഇതിനെ നേരിടുമെന്ന് പറയണം. ഇപ്പോൾ താനും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ്. അതുകൊണ്ട് ഒരു സ്റ്റാഫിനെ ഇവിടെ നിയമിക്കണമെങ്കിൽ തൻ്റെ സമ്മതം കൂടി വേണം. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൽ തന്നെ താൻ ഉറച്ചു നിന്നാൽ മതി.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്തുവിനെ കൊണ്ട് അവനെ വിളിപ്പിക്കാന്ന്. അവൻ ഈ കമ്പനി വന്നിരിക്കുന്നതും ഞാൻ പോയി തൂങ്ങിച്ചാവുന്നതും ഒരുപോലെയാ. ചേട്ടന്റെ പള്ളയ്ക്ക് കത്ത് കയറ്റുന്ന ഒരു അനിയൻ. താൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചുറ്റും ശത്രുക്കൾ മാത്രമായിരുന്നു.